ഹായ് ഫ്രണ്ട്സ്, ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് അനിമൽസ്, ഇന്ത്യൻ സംസ്ഥാനങ്ങളും സംസ്ഥാന മൃഗങ്ങളും എന്ന ടോപ്പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളും ആ സ്റ്റേറ്റിന്റെ സ്റ്റേറ്റ് അനിമൽസും പടമൊക്കെ കണ്ട് കോഡിലൂടെ വൃത്തിയായിട്ടും വെടിപ്പായിട്ടും പഠിച്ചു പോകാം. അതിനു മുന്നേ നമ്മൾ ആദ്യം മാറ്റാൻ വേണ്ടി പോകുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. കുളമ്പുള്ള സസ്തനി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കന്നുകാലി വിഭാഗത്തിൽപ്പെട്ട കുറച്ച് ജീവികളെ കുറിച്ച് നമുക്ക് പരക്കെ നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. അത് മാറ്റിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിലേറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇവനാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം പോത്താണ്. എന്നാൽ ഇവൻ പോത്തല്ല, ഇവനാണ് കാട്ടി, ഗൗർ. വളരെ മസ്കുലാർ ആയിട്ടുള്ള ഒരു കന്നുകാലി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രത്യേക വിഭാഗമാണ് കാട്ടി. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്നവനാണ് കാട്ടി അല്ലെങ്കിൽ ഗൗർ. ഈ കാട്ടിയുടെ 90% കാണപ്പെടുന്നത് ഇന്ത്യയിലാണ്. ആ ഇന്ത്യയിൽ 80% കാട്ടികളും കാണപ്പെടുന്നത് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലാണ്. വെസ്റ്റേൺ ഘട്ടിൽ എവിടെ എന്ന് ചോദിച്ചാൽ കേരളം, തമിഴ്നാട്, കർണാടക ഈ ഏരിയയിലാണ് കാട്ടി കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവനെ ഇന്ത്യൻ ബൈസൺ എന്നും വിളിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവൻ ബൈസണുമായിട്ട് കമ്പയർ ചെയ്യപ്പെടേണ്ടവനാണോ? അല്ല. അത് സത്യം പറഞ്ഞാൽ കാട്ടിക്ക് നാണക്കേടാണ്. ബൈസൺ ആള് കുഞ്ഞനാണ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ മുഖത്തൊക്കെ ഫുള്ളി രോമങ്ങളൊക്കെ ആയിട്ട് കുളിക്കാത്ത പോലെ നിൽക്കുന്നില്ല. ഇവനാണ് ബൈസൺ. ഇവൻ യൂറോപ്പിലും അമേരിക്കയിലൊക്കെയാണ് കാണപ്പെടുന്നത്. നമ്മളെ കാട്ടിയുടെ അത്രയും മസ്കുലാറൊന്നും അല്ല. കാട്ടി ഒരു പ്രത്യേക ഇനം തന്നെയാണ്. ബൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇനമാണ്. ഇത് രണ്ടും ബോവിഡേ ഫാമിലിയിലുള്ളതാണ്. കുളമ്പുള്ള സസ്തനി ഫാമിലി, ഒരേ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ജനുസ് വേറെ വേറെയാണ്. നമ്മുടെ കാട്ടിയുടെ നെയിം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോസ് ഗൗറസ് ആണ്. എന്നാൽ ബൈസന്റെ നെയിം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈസൺ തന്നെയാണ്. അപ്പോൾ രണ്ടും കന്നുകാലി വിഭാഗത്തിൽപ്പെട്ട ഫാമിലി ആണ് എന്നുണ്ടെങ്കിലും വ്യത്യസ്ത ജനുസ് ആണ് എന്നുകൂടി ഓർക്കുക. അത് മാത്രമല്ല, കാട്ടിയുടെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിയുടെ ഈ കാല് കണ്ടോ? ഈ കാലില് ഈ വെളുത്ത സോക്സ് ഇട്ട പോലത്തെ ഇങ്ങനത്തെ വലയങ്ങൾ കാണും. ഇത് ബൈസൺ ഉണ്ടാകത്തില്ല. എന്നാൽ കാട്ടിയുമായിട്ട് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ള ഒരു മൃഗം ഇന്ത്യയിൽ തന്നെയുണ്ട്. അത് കാട്ടിയുടെ അതേ ജനുസിലുള്ള മിഥുൻ എന്ന ജീവിയാണ്. മിഥുൻ കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശിലാണ്. അത് നമുക്ക് നോക്കാം. കാട്ടിയുടെ മറ്റ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കാട്ടി വളരെ മസ്കുലാർ ആണ്. എന്റെ അറിവിൽ 2 പേര് മാത്രമേ കാട്ടിയെ അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ബാഹുബലി സിനിമയിലെ പൽവാർ ദേവനും മറ്റേത് നമ്മുടെ കാട്ടിലുള്ള കടുവകളുമാണ്. കടുവ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടെറിട്ടറിയിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന വളരെയധികം പ്രത്യേകതകളുള്ളൊരു ജീവിയാണല്ലേ അല്ലേ? ആ ടെറിട്ടറിക്കുള്ളില് മറ്റൊരു കടുവ വരുന്നത് തന്നെ ഇണചേരാൻ സമയമാവുമ്പോഴാണ്. ആ ഇണചേരാൻ സമയമാവുമ്പോഴും അത് ബലപരീക്ഷണത്തിലൂടെയൊക്കെയാണ് അതിൽ ആരാണ് ഇണചേരേണ്ടതെന്നൊക്കെ നിർണ്ണയിക്കുന്നത്. അതിൽ തോക്കുന്ന കടുവ ചത്തും പോകാറുണ്ട്. അതിന്റെ ടെറിട്ടറീസില് കടുവ ടെറിട്ടറീസിന്റെ എൻഡിലുള്ള മരങ്ങളിൽ അതിന്റെ ശക്തമായിട്ടുള്ള നഖങ്ങൾ കൊണ്ട് ഫുള്ളിങ്ങനെ മാന്തി വെക്കും. അങ്ങനെയാണ് അതിന്റെ ടെറിട്ടറി നിർണ്ണയിക്കുന്നത്. ഇത് കാണുമ്പോൾ മറ്റ് കടുവകൾ അതിലോട്ട് കയറത്തില്ല. ആ മറ്റു കടുവകൾക്ക് വേറെ ടെറിട്ടറികൾ ഉണ്ടാവും. അത് മാത്രമല്ല, ഇത് നടന്നു പോകുമ്പോഴത്തേക്കും ഇതിന്റെ ഈ പാദം ഉണ്ടല്ലോ, കാൽപ്പാടുകൾ വെച്ചിട്ടാണ് ഈ കടുവയുടെ സെൻസസ് എടുക്കുന്നത്. പക്മാർക്ക്, കടുവയുടെ സെൻസസ് എടുക്കുന്ന രീതിയാണ് പക്മാർക്ക്. അപ്പൊ സിംഹത്തിന്റെ ഫാൻസുകാർ ചോദിക്കും, അതെന്താ സിംഹം അറ്റാക്ക് ചെയ്യത്തില്ലേ എന്ന്. അറ്റാക്ക് ചെയ്യത്തില്ലേ എന്ന് ചോദിച്ചാൽ സിംഹത്തിന് അതിനുള്ള അവസരം കിട്ടാറില്ല. കാരണം ഏഷ്യാറ്റിക് ലയൺസ് കാണപ്പെടുന്നത് ഇന്ത്യയിലെ ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റിൽ മാത്രമാണ്. അവിടെ അൺഫോർച്ചുനേറ്റ്ലി കാട്ടി ഇല്ല. അതുകൊണ്ട് നമുക്കിത് അറ്റാക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനും പറ്റത്തില്ല. അത് മാത്രമല്ല, ഏഷ്യാറ്റിക് ലയൺസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ആഫ്രിക്കൻ ലയൺസിന്റെ അത്രയും സൈസ് ഉള്ളതല്ല. ഓൾമോസ്റ്റ് ആഫ്രിക്കൻ ലയൺസിന്റെ പകുതിയേ ഉള്ളൂ ഏഷ്യാറ്റിക് ലയൺസ്. അത് മാത്രമല്ല, ഈ ഏഷ്യാറ്റിക് ലയൺസ് ഗീർ ഫോറസ്റ്റിലുള്ള ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്, മാൽദാരി ട്രൈബ്സ്. അവരുമായിട്ട് വളരെയധികം സൗഹൃദത്തിൽ കഴിഞ്ഞു പോകുന്ന ഒരു ഹിസ്റ്ററിയാണ് ഈ ഏഷ്യാറ്റിക് ലയൺസ് അല്ലെങ്കിൽ ഗീർ ഫോറസ്റ്റിലുള്ള നമ്മുടെ സ്വന്തം സിംഹങ്ങൾക്ക് ഉള്ളത്. കാരണം ഈ മാൽദാരി ട്രൈബ്സുമായിട്ടാണ് അവർ വളരെയധികം ഫ്രണ്ട്ഷിപ്പിൽ പോകുന്നത്. ഇതും കണ്ടിട്ട് പുറത്തുനിന്നുള്ള ടൂറിസ്റ്റ് പോയിട്ട് അവർ കമ്പനിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്തോട്ട് പോകരുത്, അവര് പഞ്ഞിക്കിടും. മാൽദാരി ട്രൈബ്സുമായിട്ട് കമ്പനിയാവാൻ കാരണം ചുമ്മാ ഗോഡനായിട്ട് ഇങ്ങനെ ഓർത്തോളൂ. അവര് മാല, ഒരു പ്രത്യേകതരം മാലയൊക്കെ ധരിച്ച് നടക്കുന്നതുകൊണ്ടായിരിക്കും എന്നുകൂടി ഓർത്ത് വച്ചോ. എന്നാൽ
ഈ സിംഹങ്ങളുമായിട്ട് ഒട്ടും തന്നെ കമ്പനി ഇല്ലാതെ എവരുമായിട്ട് സ്ഥിരം കലഹിച്ച് നടക്കുന്ന ഒരു ട്രൈബ്സ് ഉണ്ട്. അതാണ് മസായി മാര ട്രൈബ്സ്. ഓക്കെ, മസായി മാര വൈൽഡ് ലൈഫ് സാങ്ച്വറി കേട്ടിട്ടില്ലേ? കെനിയയിലാണ്. അവിടെയുള്ള ട്രൈബാണ് മസായി ട്രൈബ്സ്. അവരുമായിട്ട് ഈ സിംഹങ്ങൾ ഒട്ടും സൗഹൃദത്തിലല്ല. അവരിലെ കൂട്ടത്തിലെ ധൈര്യശാലി വാരിയേഴ്സിനെ നിർണ്ണയിക്കുന്നത് തന്നെ ഒരു യങ്സ്റ്റർ എത്ര സിംഹങ്ങളെ കൊന്നു എന്ന കണക്കിലാണ് ഈ മസായി ട്രൈബ്സ് അവരിലെ കൂട്ടത്തിലെ ധൈര്യശാലികൾ, പോരാളികളെ നിർണ്ണയിക്കുന്നത്. ഓരോ സിംഹത്തിനെയും കൊല്ലുമ്പോൾ അവരുടെ ദേഹത്തിൽ ഓരോ പാടം എന്തോ സയൻസോ വെച്ചിരിക്കും. അത് വെച്ച് കാണുമ്പോൾ തന്നെ അവർക്കറിയാൻ പറ്റും ഇവൻ ഇത്ര സിംഹത്തിനെ കൊന്നു, ഇവൻ ഇത്രത്തോളം വലിയ പോരാളിയാണ് എന്നൊക്കെ അവർ ഇതിലൂടെയാണ് നിർണ്ണയിക്കുന്നത്. അത് മാത്രമല്ല, യവന്മാര് ധാരാളം കന്നുകാലികളെ വളർത്താറുണ്ട്. ഈ കന്നുകാലികളെ വന്നിട്ട് സിംഹം അടിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് തീരെ യവന്മാര് തമ്മിൽ ചേർന്ന് പോവാത്തത്. അത് മാത്രമല്ല, ഈ ഏരിയയിലെ ടൂറിസ്റ്റുകൾ പോകുമ്പോഴത്തേക്കും ഇവരുടെ തന്നെ കാട്ടിലുള്ള ഒരു കുടിലുകളുണ്ട്, അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കും. രാത്രി ഇവിടെയൊക്കെ സിംഹം വരുന്ന ഏരിയയും കൂടെയാണ്. സിംഹം വരാതിരിക്കാനായിട്ട് രാത്രി ഒരു 8-10 പേര് വീടിന് ചുറ്റും കാവലും നിൽക്കും. നല്ല രസമുണ്ടല്ലേ? അപ്പൊ അതാണ് മസായിമാര കെനിയ. എവരുമായിട്ട് ചേർന്ന് പോകത്തില്ല. എന്നാൽ ചേർന്ന് പോകുന്ന ട്രൈബ് ഇന്ത്യയിൽ തന്നെയുള്ള മാൽദാരി ട്രൈബാണ്. അവരും സിംഹവുമായിട്ടൊക്കെ നല്ല കമ്പനിയാണ് എന്നുകൂടി ഓർത്തോളൂ. അപ്പൊ ഗൗറിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്ക് മിഥുനിലേക്ക് വരാം. ഓക്കെ, ഗൗറിന്റെ ജനുസിൽപ്പെട്ട ഒറ്റ ജീവിയേ ഉള്ളൂ. അത് ഇന്ത്യയിൽ തന്നെയുള്ള മിഥുനാണ്. ഓക്കെ, മിഥുൻ യവനാണ് മിഥുൻ. യവനാണ് മിഥുൻ. ഓൾമോസ്റ്റ് ഗൗറിനെ പോലെ ആണ് കാണാനെങ്കിലും കൊമ്പ് വ്യത്യാസമുണ്ട്. ഗൗറിന് കുറച്ചും കൂടെ വലിയ വളഞ്ഞ കൊമ്പാണ്. ഇതിന് വന്നിട്ട് കൊമ്പിന് വ്യത്യാസമുണ്ട്. എന്ന കാല് നോക്കിക്കോളൂ, ഈ വെളുത്ത സോക്സ് ഇട്ട പോലത്തെ വലയങ്ങൾ ഇതിനുമുണ്ട്. ഇതൊരു സെമി ഡൊമസ്റ്റിക് ആനിമൽ ആണ് മിഥുൻ. ഓക്കെ, ഇത് കാണപ്പെടുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ് ആയ അരുണാചൽ പ്രദേശിലാണ്. ആ ഫ്രോണ്ടിയർ സ്റ്റേറ്റിന്റെ അതിർത്തിയിലുള്ള മറ്റു രാജ്യങ്ങളായ ചൈന, മ്യാൻമാർ, ഈ രാജ്യങ്ങളിലും മിഥുന് കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രോണ്ടിയർ സ്റ്റേറ്റ്സിലാണ് ഇത് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ, ബ്രോസ് ഫ്രോണ്ടാലിസ് എന്നതാണ് ഇതിന്റെ ബൈനോമിനൽ നെയിം. ഓക്കെ, ഗൗറിന്റെ ആണെങ്കിൽ ബോസ് ഗൗർ. ഇത് രണ്ടും നല്ല ഫിസിക്കുള്ളതുകൊണ്ടാണ് ബോസ് എന്ന് ആലോചിച്ചോളൂ. ഓക്കെ, അപ്പോ അരുണാചൽ പ്രദേശിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതിർത്തി, കിഴക്കൻ അതിർത്തി അരുണാചൽ പ്രദേശ് ആണ്. അങ്ങനെയെങ്കിൽ നോർത്ത് ഈസ്റ്റിന്റെ കവാടം, ഓക്കെ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കവാടം എന്നറിയപ്പെടുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? അത് ആസാമാണ്. ഓക്കെ, നിങ്ങൾ സാമിനോട് ചോദിച്ചിട്ട് നോർത്ത് ഈസ്റ്റിലോട്ട് പോകൂ, അരുണിനോട് ചോദിച്ചിട്ട് നോർത്ത് ഈസ്റ്റിന്റെ അതിർത്തി കിടന്ന് പുറത്തോട്ടും പോകൂ. ഞാൻ അങ്ങനെയാണ് ഓർത്തിരിക്കുന്നത്. അപ്പൊ നോർത്ത് ഈസ്റ്റിന്റെ കവാടം ആസാം. ഓക്കെ, എൻഡ് ഫ്രോണ്ടിയർ അരുണാചൽ പ്രദേശ്. ഇവൻ മിഥുൻ കാണപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. മിഥുന്റെ മറ്റൊരു പേരാണ് ഗയാൽ. ഗയാൽ, ഓക്കെ അല്ലേ? ഗയാൽ. മിഥുൻ യഥാർത്ഥത്തിൽ വന്നിട്ട് സെമി ഡൊമസ്റ്റിക് അനിമൽ എന്ന് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാട്ടിലുള്ള ജീവിയാണ് എന്നുണ്ടെങ്കിലും അങ്ങനെ മനുഷ്യരെ അറ്റാക്ക് ചെയ്യുകയോ അങ്ങനത്തെ പ്രകൃതമൊന്നുമില്ല. ഇത് മനുഷ്യര് കെട്ടിയിട്ടൊന്നും വളർത്തില്ല. ഇതിന് ആഹാരമൊക്കെ കൊടുക്കും. ഇത് കാട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കും. പക്ഷേ അവിടെ കല്യാണങ്ങൾക്കും മറ്റും ഇറച്ചിയുടെ ആവശ്യത്തിനാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അവിടെയുള്ള നാട്ടുകാർ. ഒരു കല്യാണത്തിന് എത്ര മിഥുനെ വെട്ടി എന്നതനുസരിച്ചാണ് ഒരാള് അല്ലെങ്കിൽ ഒരു കുടുംബം എത്രത്തോളം പ്രമാണിമാരാണ് എന്ന് അവിടെ അളക്കുന്നതെന്നും കൂടെ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിന് എങ്ങനെയാണ് ഓരോ ആൾക്കാർക്കും തരംതിരിച്ച് വളർത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിലെ ഇതിന്റെ കാതിൽ ഓരോ പാടിട്ട് കൊടുക്കും. ഓക്കെ, ഓരോ കുടുംബക്കാർക്ക് ഓരോ സൈൻ ഉണ്ടാവും. അത് വെച്ചിട്ട് നമുക്കൊന്നും പോയി കഴിഞ്ഞ് ഇതിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. പക്ഷെ ആ കുടുംബക്കാർക്ക് അറിയാനായിട്ട് പറ്റും ഇത് ഏത് കുടുംബത്തിന്റെ അവകാശപ്പെട്ട മിഥുനാണ്. എന്നാൽ ഇത് കാട്ടിൽ ജീവിക്കുകയും ചെയ്യാണ്. അവരെ പ്രത്യേകിച്ച് വളർത്തുന്നുമില്ല, വല്ലപ്പോഴും ആഹാരമൊക്കെ കൊടുക്കും. എന്നാൽ കല്യാണം വരുമ്പോൾ ഇതിനെ കൊണ്ടുപോയി കശാപ്പും ചെയ്യും. ഓക്കെ ആണ്. എന്നാൽ ബൈസൺ വന്നിട്ട് യൂറോപ്പ്, അമേരിക്ക ഭാഗങ്ങൾ കാണപ്പെടുന്ന നമ്മുടെ ഇന്ത്യയിലുള്ള ഗൗറിന്റെ പകുതി സൈസ് ഉള്ള ഒരു ജീവിയാണ്. ഗൗർ ഓൾമോസ്റ്റ് ആവറേജ് 1500 കിലോഗ്രാം വരെ ഗൗറിന് വെയിറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കാട്ടിക്ക് വെയിറ്റ് ഉണ്ടാവും. എന്നാൽ ബൈസന് ഓൾമോസ്റ്റ് 600 കിലോഗ്രാം ആണ് അതിന്റെ ആവറേജ് വെയിറ്റ്. എന്നാൽ കാട്ടിയുടെ കുടുംബത്തിൽ നിന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് മിഥുൻ മാത്രമേ ഉള്ളൂ. മിഥുൻ ഒരു സെമി ഡൊമസ്റ്റിക് അനിമൽ കൂടിയാണ്. അരുണാചൽ പ്രദേശിലാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇതൊന്നും അല്ലാത്ത വേറൊരു ഭാഗമാണ് ബഫല്ലോ. ഓക്കെ, വൈൽഡ് ബഫല്ലോയും ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ള ബഫല്ലോയും ഉണ്ട്. അതവനാണ്. ഓക്കെ, അവനെ കാണാൻ നമ്മുടെ നാട്ടിലുള്ള ഈ എരുമ, പോത്ത് എന്നൊക്കെ പറയുമല്ലോ, നമ്മുടെ നാട്ടിലുള്ളത് അതേ സെയിം ചായയാണ്. ഇതുപോലെ നിൽക്കുന്നത് കണ്ട് അയ്യോ നമ്മുടെ നാട്ടിലുള്ള പോത്ത് കൂട്ടനല്ലേ എന്ന് പറഞ്ഞ് അടുത്ത് പോകരുത്. ഭയങ്കര അപകടകാരിയാണ്. ഓക്കെ, ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ വന്ന് അറ്റാക്ക് ചെയ്യും. എന്നാൽ ഇതിന്റെ
ഓക്കെ, പിന്മുറക്കാരനാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ ഈ പാലിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന എരുമയും പോത്തും ഒക്കെ. ഓക്കെ, ഇത് ഒരുപാട് കാലത്തിന് ശേഷം ഇന്റർബ്രീഡിംഗ് ഒക്കെ നടന്ന് ആ ഫോമിലോട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതാണ്. എന്നാൽ ഇത് പ്യുവർ വൈൽഡ് ബഫല്ലോസ് ആണ്. ഓക്കെ, ഇതിനെ കാണാൻ എന്താ കണ്ടില്ലേ, കൊമ്പിൽ ഇതാ ഇടയ്ക്കിടയ്ക്ക് ഒരു റിങ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ സാധാരണ എരുമകളെ പോലെ തന്നെയാണ്. നാം ഇതിന് അങ്ങനെയല്ല, ഇത്തി കൂടെ വെളുത്തിട്ട് അതിന്റെ കൊമ്പ് വേറൊരു രീതിയിലാണ്. ഓക്കെ, ഗൗറ് ഭയങ്കര മസ്കുലർ ആണ്, എന്നാൽ അതിന്റെ കൊമ്പെത്തി വളഞ്ഞിട്ടുമാണ്. ഓക്കെ, നമ്മുടെ ബാഹുബലിയിൽ പൽവാർ ദേവൻ അറ്റാക്ക് ചെയ്യുന്ന സാധനം. ഇതാ ബൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. ആള് ഇതിന്റെ സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തി കുഞ്ഞനാണ്. ഒരുമാതിരി ഈ രോമങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു പ്രത്യേക രൂപമാണ്. ഓക്കെ, എന്നാൽ കാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുന്റെ അത്ര ശാന്തനൊന്നുമില്ല. പൊതുവേ ശാന്തനാണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ പ്രകോപനം ഒന്നും ഇല്ലാതെ കയറി അറ്റാക്ക് ചെയ്ത് കളയും. ഈ ഊട്ടിയിലും മൂന്നാറിലൊക്കെ ഇത് റോട്ടിൽ കൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഈ പ്രകോപനം ഇല്ലാതെ വണ്ടിയിലും ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്ത ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല യൂട്യൂബിലും ധാരാളം വീഡിയോസ് കാണാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ ഈ കാട്ടിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഈ കാട്ടിയും ബൈസണും മിഥുനും എല്ലാം വന്നിട്ട് ഈ കുളിക്കാതെ നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഇത് മൂന്നും സെയിം ആണ്. ബഫല്ലോസ് മാത്രമേ ഈ ചേറിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ ഈ ഫുൾ ടൈം ഇങ്ങനെ കിടക്കുന്ന ഒരു പ്രകൃതമുള്ളൂ. ഇത് മൂന്നും വന്നിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ഈ ചോലകളിലൊക്കെ പോയി വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമേ ഇത് ഇറങ്ങത്തുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ പുൽമേടുകളിലൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന പ്രകൃതക്കാരാണ്. എന്നാൽ ഈ വൈൽഡ് ബഫല്ലോസോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ബഫല്ലോസോ ഒന്നും അങ്ങനെയല്ല. ഫുള്ളി ചേറിൽ കിടക്കുക, അതിൽ എപ്പോഴും വെള്ളം വേണം, ആ ഒരു പ്രകൃതമാണ്. മിഥുന്, കാട്ടി, ബൈസൺ ഇതൊന്നും അങ്ങനെയല്ല എന്നുകൂടി ഓർത്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് ആനിമൽസ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. ബീഹാർ. ബീഹാറിന്റെ സംസ്ഥാന മൃഗം ഏത് എന്ന് ചോദിച്ചാൽ ഗൗർ. നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഗൗർ. ബൈനോമിയൽ നെയിം ബോസ് ഗൗർ എന്നാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ബൈസൺ എന്ന് ഇരട്ട പേരിൽ വിളിക്കുന്ന ഗൗറാണ്. ബീഹാറിന്റെ മാത്രമല്ല ഗോവയുടെയും സംസ്ഥാന മൃഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗൗറാണ്, അല്ലെങ്കിൽ കാട്ടി. ബീഹാർ ഗൗറ്, ബീഹാർ ഗൗറ്, ബീഹാർ ഗൗറ്, അതിൽ തന്നെ ഇല്ലേ ബീഹാർ ഗൗറ്. ഗോവ ഗൗറ്, ഗോവ ഗൗറ്. ഈ ഗൗറിൽ ഒരു ഗോവയും ഉണ്ട്. ഈ ഗൗറിൽ നിന്ന് നമുക്കൊരു ബീഹാറിന്റെ പ്രൊണൗൺസിയേഷനും കിട്ടുമല്ലേ. അപ്പൊ ബീഹാർ, ഗോവ ഗൗറാണ്. എന്നാൽ ഛത്തീസ്ഗഡിന്റെ സംസ്ഥാന മൃഗം ഏത് എന്ന് ചോദിച്ചാൽ വൈൽഡ് വാട്ടർ ബഫല്ലോ, വൈൽഡ് വാട്ടർ ബഫല്ലോ. ഓക്കെ, കാടിനുള്ളിൽ കാണുന്ന ജലത്തിൽ കഴിയുന്ന ബഫല്ലോ, വൈൽഡ് വാട്ടർ. ജലം എന്ന് പറയുമ്പോഴത്തേക്കും ചതുപ്പും കൂടെ ആവുമല്ലോ. ഏറ്റവും കൂടുതൽ ഈ ചേറിലൊക്കെയാണ് ഈ ബഫല്ലോ കിടക്കുന്നതല്ലേ. ചതുപ്പിൽ കാണപ്പെടുന്നത് ഛത്തീസ്ഗഡ്, ചതുപ്പിൽ കാണപ്പെടുന്ന ബഫല്ലോ എന്ന് പഠിച്ചോളൂ. ഛത്തീസ് ചതുപ്പ് എന്ന് ഓർത്തോളൂ. ചതുപ്പിൽ കാണപ്പെടുന്ന ജീവി ഏതാണ്? ബഫല്ലോയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാമല്ലോ. അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ബ്ലാക്ക് ബക്ക് ആണ്. ദാണ്ട ഈ മാന് കണ്ടോ, ഈ മാനാണ് ബ്ലാക്ക് ബക്ക്. ആന്ധ്രാപ്രദേശിലെ ബ്ലാക്ക് ബക്ക് ആണ്. അത് ഒരു തരം മാനാണ്. അത് കോഡിനായിട്ട് നിങ്ങൾ ഇങ്ങനെ ഓർത്തോളൂ. ആന്ധ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർ വനാന്തർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിനുള്ളിലെന്നല്ലേ. ആന്ധ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർ എന്നോർത്തോളൂ. അന്തരത്തിലോട്ട് പോകുമ്പോൾ കറുത്ത കളറായിരിക്കും, ബ്ലാക്ക് കളറായിരിക്കും. യെസ്, അതാണ് കോഡ്. ആന്ധ്രാപ്രദേശ് ബ്ലാക്ക് ബക്ക്, അത് ഈ മാനാണ്. അങ്ങനെയെങ്കിൽ തമിഴ്നാടിന്റെ നീലഗിരി താറാണ്. നമ്മുടെ വരയാട് തന്നെയാണ് നീലഗിരി താറ്. ഓക്കെ, നമ്മുടെ മൂന്നാറിലൊക്കെ കാണപ്പെടുന്ന, അവിടെ മൂന്നാറിലുള്ള വരയാട് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് നീലഗിരി താറ്. തമിഴ്നാട് നീലഗിരിയിൽ കാണപ്പെടുന്ന വരയാടാണ് നീലഗിരി താറ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അരുണാചൽ പ്രദേശിൻ്റെതാണെങ്കിൽ മിഥുൻ. നമ്മൾ കുറച്ച് മുന്നേ വ്യക്തമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അരുണാചൽ പ്രദേശ് നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ സ്റ്റേറ്റ്, കിഴക്കൻ അതിർത്തിയിൽ കാണപ്പെടുന്നതാണ് മിഥുൻ. ഓക്കെ, അരുണിന്റെ സഹോദരൻ മിഥുൻ എന്ന് വേണമെങ്കിലും ഓർത്തോളൂ. ഇപ്പൊ കിഴക്ക് അരുണും മിഥുനും ആണ്. പിന്നെ മറ്റൊരു നാമം ഗയാലാണ്. ഓക്കെ അല്ലേ? ഇവൻ നമ്മുടെ ഗൗരന്റെ ബന്ധു കൂടി ആണ്. എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ഗുജറാത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ തന്നെ ഉണ്ടായിരുന്നു. ഗുജറാത്തിലാണെങ്കിൽ ഗീർ ഫോറസ്റ്റ്, ഗർ എന്ന് വിളിക്കുന്നത് ആരാ? സിംഹം. ഗീർ ഫോറസ്റ്റില് ഗർ സിംഹമാണുള്ളത്. അവിടുത്തെ ട്രൈബ്സ് മാൽദാരിയാണ്. അപ്പോ ഗുജറാത്തിന്റെ സ്റ്റേറ്റ് അനിമൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ലയൺ ആണ്. ഇവനാണ് ആഫ്രിക്കൻ ലയൺസിന്റെ അത്രയും വന്നിട്ട് ഫിസിക്കലി വലിയ ആളല്ല ഇവൻ, എങ്കിലും അപകടകാരിയാണ്. പക്ഷെ മാൽദാരി ട്രൈബുമായിട്ട് നല്ല കമ്പനിയാണ് എന്നുകൂടി ഓർത്തോളൂ.
അങ്ങനെയെങ്കിൽ ഹരിയാനയിലും ബ്ലാക്ക് ബക്കാണ്, പഞ്ചാബിലും ബ്ലാക്ക് ബക്കാണ്, ആന്ധ്രാപ്രദേശിലും ബ്ലാക്ക് ബക്കാണ്. ഇവൻ തന്നെയാണ് ബ്ലാക്ക് ബക്ക്. ഇവിടെ ഹരിയാനയ്ക്കും പഞ്ചാബിനും കൂടെ ഈ കോഡ് ഓർത്തോളൂ. ഹരിയും ആനയും. ആന ബ്ലാക്ക് അല്ലേ? ഹരി ആന, ആ ആന ബ്ലാക്ക് അല്ലേ? അപ്പോ ബ്ലാക്ക് ബക്ക് എന്ന് ഓർത്തോളൂ. പഞ്ചാബ് കഞ്ചാവ് എന്ന് ഓർത്തോളൂ. ഹാപ്പി വെഡിങ് സിനിമയിലെ നിങ്ങൾ പഞ്ചാബി എന്നാണോ, ഇതെന്താ പഞ്ചാബാന്ന് ചോദിക്കുമ്പോഴത്തേക്കും മറ്റേ അബി പറയുമല്ലോ, ആരുടെ കഞ്ചാവ്. അത് തന്നെയാണ് പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കഞ്ചാവ് കറുപ്പ് എന്നതിനടുത്തില്ലേ? അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്ക് കഞ്ചാവ്, കറുപ്പ് എന്ന് പറയുന്നത് പോലെ ആ കറുപ്പ് ബ്ലാക്ക് ബക്ക്. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ബക്ക് സ്റ്റേറ്റ് അനിമൽസ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ് ആണുള്ളത്. ഇതുവരെ നമ്മൾ പഠിച്ചതിൽ ആന്ധ്രാപ്രദേശ് അന്തരത്തിൽ കറുപ്പാണ്, ഹരിയാന ഹരിയും ആനയും, ആന കറുപ്പാണ്, പഞ്ചാബ് കഞ്ചാവ് കറുപ്പിനത്തിൽപ്പെട്ട ലഹരി വസ്തുവാണ്. ഓക്കെ, കറുപ്പ് എന്നല്ലേ പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് കർണാടക, കേരള, ജാർഖണ്ഡ്. ഇവിടെ 3 എലിഫന്റ് ആണ്. കർണാടക, കേരള, ജാർ എല്ലാത്തിലും ഇറുണ്ട്. കേർ, ജാർ എല്ലാത്തിലും എലിഫന്റ് ആണ്. ഒരു ആനപ്പാപ്പാൻ പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, കേറാനെ, കാറാനെ, ജാറ, ചറപുറാന്ന് കേറാനെ, കാറാനെ എന്നൊരു ആനപ്പാപ്പ ഓർഡർ ചെയ്യുക. ഓക്കെ, വലത്തോട്ട് നില്ലാനെ, ഇടത്തോട്ട് നില്ലാനെ എന്ന് പറയുമല്ലോ, അതുപോലെ ചറപറാന്ന് അതാണ് ജാർഖണ്ഡ്. കേറാനെ, കാറാനെ, ഇത് കർണാടക, കേരള, ജാർഖണ്ഡ്. ഇവിടെ 3 ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ മഹാരാഷ്ട്രയിലെ ജയന്റ് സ്ക്വയറൽ ആണ്. ജയന്റ് സ്ക്വയറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണാന്റെ വലുത്, മലയണ്ണാൻ എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. ജയന്റ് സ്ക്വയറൽ ആണ് മഹാരാഷ്ട്രയുടെ. ഓക്കെ, മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് അനിമൽ ജയന്റ് സ്ക്വയറൽ ആണ്. ഇത് ഒരുതരം അണ്ണാനാണ്, വലിയ അണ്ണാനാണ് എന്നുകൂടി ഓർത്തോളൂ. ജയന്റ് സ്ക്വയറൽ. മഹാ എന്ന് പറഞ്ഞാൽ ജയന്റ് എന്നല്ലേ അർത്ഥം. അപ്പൊ മഹാരാഷ്ട്ര എന്ന് പറയുമ്പോഴത്തേക്കും ജയന്റ്. ഓക്കെ, ജയന്റ് സ്ക്വയറൽ ആണ് മഹാരാഷ്ട്രയുടെ സ്റ്റേറ്റ് അനിമൽ. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തത് നോക്കാമേ. അടുത്ത് നോക്കുന്നത് മണിപ്പൂർ സാങ്കായ് ഡീർ ആണ്. മണിപ്പൂരില് സാങ്കായ് ഡീർ. ഓക്കെ, മേഘാലയയില് ക്ലൗഡഡ് ലെപ്പേഡ്. മണിപ്പൂരിൽ സാങ്കായ് ഡീർ. ഇതാണ് സാങ്കായ് ഡീർ കേട്ടോ. ഇത് മണിപ്പൂർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കലാപമൊക്കെ ഉള്ള ഏരിയയാണ്. അപ്പൊ സംഘമായി നടക്കണം, അല്ലെങ്കിൽ ഡേഞ്ചർ ആണ് എന്ന് ഓർത്തോളൂ. ഓക്കെ, മൈതീസ് കുക്കീസ് ഒക്കെ ഉള്ള പ്രശ്നം, നാഗാസ് ഒക്കെ കൂടെ ഉള്ള കലാപമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ അവിടെ സംഘമായിട്ട് വേണം നടക്കാൻ. അത് വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. മണിപ്പൂരിലാണെങ്കിൽ സാങ്കായ് ഡീർ, അവിടെ മാന് വരെ സംഘമായിട്ടാണ് നടന്നു പോകുന്നത് എന്നുകൂടി ഓർത്തോളൂ. മേഘാലയ, മേഘം എന്ന് പറഞ്ഞാൽ ക്ലൗഡ് അല്ലേ? അവിടെ ക്ലൗഡഡ് ലെപ്പേഡ് ആണ്. അതെ, മേഘത്തിലുള്ള ഒരു തരം പുലിയാണ് ക്ലൗഡഡ് ലെപ്പേഡ് എന്ന് ഓർത്ത് വെച്ചോളൂ. മേഘം ക്ലൗഡ് ആണ്. ഓക്കെ, ക്ലൗഡിലുള്ള ലെപ്പേഡ് ആണ് ഇവൻ. ഓക്കെ, വൻ ഡേഞ്ചർ ആണ്, കാണുന്ന പോലെ അല്ല, പെട്ടെന്ന് കയറി അറ്റാക്ക് ചെയ്യുന്ന വെറുതൊക്കെയാണ്. ഓക്കെ അല്ലേ? എങ്കിൽ മിസോറാമിലാണെന്നുണ്ടെങ്കിൽ സെറോവ് ഇവനാണ് സെറോവ്. ഓക്കെ, മിസോറാം. ഇതിലെ ഈ ZOR എങ്ങനെ വായിക്കും? സൊറ. അതുപോലെയല്ലേ സെറോവ് ഇരിക്കുന്നത്? അല്ലെങ്കിൽ മീശ വെച്ച റാം എന്ന് ഓർത്തോളൂ. പഴയ സിനിമയിലൊക്കെ ഈ മീശ പഠിക്കുന്നതിന് ചെരക്കുക എന്ന് കൂടെ പറയുമല്ലോ. സോറി, കോഡിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് വെച്ചിട്ട് മീശ ചെരച്ചു, അങ്ങനെ ഓർത്തോളൂ. ഓക്കെ, അപ്പോ നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നാണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഓർക്കുന്നതിൽ തെറ്റില്ല. അപ്പോ മീസോ റാം അത് വെച്ചിട്ട് സെറോവ് എന്ന് വെച്ചിട്ട് ഓർത്തോളൂ. അങ്ങനെയെങ്കിൽ നാഗാലാൻഡിലും മിഥുൻ തന്നെയാണ്. അരുണാചൽ പ്രദേശിന്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്ന നാഗാലാൻഡിലും മിഥുൻ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തമുണ്ട്. അരുണാചൽ പ്രദേശിൽ മാത്രമാണ് മിഥുൻ കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ആ ഏരിയയില്, നോർത്ത് ഈസ്റ്റ് ഏരിയയില്, ഓക്കെ, ആ ഒരു ഏരിയയിൽ കാണപ്പെടുന്നതാണ് മിഥുൻ. ഗയാല്, നാഗാലാൻഡിലും മിഥുൻ തന്നെയാണ് എന്ന് ഓർത്തോളൂ. മിഥുന് നാഗത്തെ പേടി. ഓക്കെ, മിഥുന് നാഗമുള്ള ലാൻഡിൽ പോകാൻ പേടി എന്ന് കൂടി ഓർത്തോളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അടുത്തതിലേക്ക് പോവാവേ. എങ്കിൽ ഒഡീസയിലാണെന്നുണ്ടെങ്കിൽ സാമ്പാർ ഡീർ ആണ്. ദേവനാണ് സാമ്പാർ ഡീർ. ഓക്കെ, ഈ മാനിന് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാർ കിട്ടാൻ വേണ്ടിയിട്ട് ഓടും. ഓക്കെ, ഈ മാന് സാമ്പാർ കഴിച്ചിട്ട് ഓടി എന്നും കൂടെ ഓർത്തോളൂ. എന്താണ് കാര്യമൊന്നും അറിയില്ല. അപ്പോ ഒഡീസ സാമ്പാർ ഡീർ. എവനാണ് ഒഡീസ സാമ്പാർ ഡീർ.
ഓക്കെ. എങ്കിൽ ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ ഓർക്കുമ്പോഴത്തേക്കും മേഘാലയത്തിൽ നമ്മൾ ഓർക്കുമ്പോഴത്തേക്കും മേഘം ക്ലൗഡ് എന്ന് കണക്ട് ചെയ്തു, ക്ലൗഡഡ് ലെപ്പേർഡ്. എങ്കിൽ ഹിമാചൽ പ്രദേശിലാണെന്നുണ്ടെങ്കിൽ സ്നോയാണ്, മഞ്ഞാണ്, സ്നോയാണ്. അപ്പൊ അതിലുള്ള ലെപ്പേർഡാണ് സ്നോ ലെപ്പേർഡ്, ദൈവനാണ്. ഓക്കെ, സ്നോ ലെപ്പേർഡ്. ഇത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ലെപ്പേർഡിനെയൊക്കെ പോലെ തന്നെയാണ് ഉള്ളത്. മറ്റേ ക്ലൗഡഡ് ലെപ്പേർഡ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൂച്ചയുടെ പ്രകൃതമാണ്. പൂച്ചയുടെ അല്ല, ഹൈറ്റ് ഉണ്ട്, പക്ഷെ പൂച്ചയെ പോലെ കുറച്ചും കൂടെ പൂച്ചയെ പോലത്തൊരു രൂപമാണ്. പക്ഷെ എവൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറെ കൂടെ ഈ പുലിയായിട്ട് ചേർന്ന് നിൽക്കുന്ന രൂപമാണ്. എവൻ സ്നോ ലെപ്പേർഡ് ആണ്. എങ്കിൽ ആസാം ഒൺ ഹോൺഡ് റൈനോസെറസ്, ഒറ്റ കൊമ്പൻ കാണ്ടാമൃഗമാണ്. ഓക്കെ, ഇവനാണ് ആസാം. സാധാരണ കാണ്ടാമൃഗങ്ങൾക്കൊക്കെ രണ്ട് കൊമ്പുണ്ടാവും. ഇത് ഒറ്റ കൊമ്പ്, അപ്പൊ സമമല്ലല്ലേ. രണ്ട് കൊമ്പ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ സമമായിരുന്നു. ഇത് ഒറ്റ കൊമ്പേ ഉള്ളൂ, അപ്പോ അസമമാണ്. അപ്പോ ആസാം എന്ന് പറഞ്ഞാൽ അസമം. എന്തില്? മൃഗത്തിന്റെ. ആസാമിന്റെ സ്റ്റേറ്റ് അനിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസമം ഉള്ള ഒരു മൃഗമാണ്. കാരണം അതിന് ഒറ്റ കൊമ്പേ ഉള്ളൂ. യെസ്, ഒറ്റ കൊമ്പൻ കാണ്ടാമൃഗം കാണപ്പെടുന്നത് കാസിരംഗ നാഷണൽ പാർക്കിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ത്രിപുര നോക്കാം. ത്രിപുര. ഓക്കെ, അതിന്റെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഫൈറസ് ലാങ്ങർ. ഇവനാണ്, കണ്ടോ? ആരത് ഇരിക്കുന്ന കണ്ടോ? ഇവനാണ് ഫൈറസ് ലാങ്ങർ. കോഡിന് വേണ്ടി ഇങ്ങനെ ഓർത്തോളൂ. ഓക്കെ, ഒരുതരം മങ്കിയാണത്, ഫൈറസ് ലാങ്ങർ. ഓക്കെ, ത്രിപുര. 3 പുരയും തമ്മിൽ ഫൈറസ് ലാങ്ങർ. ഭയങ്കര ലോങ് ആണ് എന്ന് ഓർത്തോളൂ. അതാണ് ഫൈറസ് ലാങ്ങർ. പറഞ്ഞു വരുമ്പോഴത്തേക്കും യവനെ പഠിക്കാൻ നീയാണ് ഇത്രയും കഷ്ടപ്പെടുത്തുന്നത്. ഓക്കെ, ഈ പേരിന് വേണ്ടി വല്ല ചെറിയ പേര് വല്ലതും ഇട്ടിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ലേ? എങ്കിൽ ഉത്തർപ്രദേശിലാണ് സ്വാംപ് ഡീർ അല്ലെങ്കിൽ ബാരാസിംഗ ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ഉത്തർപ്രദേശ് എന്ന് ഉത്തരവാദിത്തം എന്ന് പഠിച്ചോളൂ. ഉത്തരവാദിത്തം വരുമ്പോഴത്തേക്കും ഭാരം കൂടും. സിംഗിന് ഭാരം കൂടും, അതാണ് ബാരാസിംഗ. ഓക്കെ, ഉത്തർപ്രദേശ് അല്ലെങ്കിൽ ഉത്തർപ്രദേശില് ഓക്കെ സ്വാം ഡിയർ കൂടുതലാണ്. ഓക്കെ, സ്വാം ഡിയർ കൂടുതലാണ് എന്നോർത്തോളൂ. ബാരാസിംഗയാണ് സ്വാം ഡിയർ. ഇത് രണ്ടും കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാരാസിംഗ, ഭാരമുള്ള സിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തം കൂടും എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്തു. നല്ല കോഡൊന്നും അല്ല, എനിക്കറിയാം, എങ്കിലും ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, എങ്കിൽ ഉത്തരാഖണ്ഡ് മസ്ക് ഡിയർ. ഉത്തര ഭയങ്കര ആ നാട്ടിലുള്ള വളരെ സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും വന്നിട്ട് പേടിയാണ്. അവിടെയുള്ള പല ആൾക്കാർക്കും ഇവരുടെ ഭാഗത്തൊരു കണ്ണുണ്ട്. അതുകൊണ്ട് ഇവർക്ക് മുഖം പുറത്ത് കാണിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എപ്പോഴും മാസ്ക് വെച്ചിട്ട് പുറത്തു പോകുന്ന മാനിനെ പോലത്തെ ഒരു പെൺകുട്ടിയാണ് ഉത്തര. ഓക്കെ, എന്ന് ഓർത്തോളൂ. അതാണ് മസ്ക് ഡിയർ എന്ന് പറഞ്ഞാൽ മാസ്ക് വെച്ച ഡിയർ ആണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ഉത്തര മാസ്ക് വെച്ച മാനിനെ പോലത്തെ പെൺകുട്ടിയാണ് ഉത്തര. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡ് മസ്ക് ഡീർ. ഓക്കെ അല്ലേ? അപ്പോ ഉത്തര മസ്ക് ഡീർ ആണ്. മസ്ക് ഡീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതാണ് കസ്തൂരി മാനാണ്. ഓക്കെ, ഉത്തര ഒരു കസ്തൂരി മാനെന്നും ഓർത്തോളൂ. അതിന്റെ ഇംഗ്ലീഷ് ഇതാണ്, മസ്ക് ഡീർ എന്നാണ്. മസ്ക് ഡീർ. ഓക്കെ അല്ലേ? എങ്കിൽ രാജസ്ഥാനിലാണെന്നുണ്ടെങ്കിൽ ചിങ്കാരയാണ്. ചിങ്കാര. രാജസ്ഥാനിൽ ചിങ്കാര, അത് ഒരുതരം മാനിനം തന്നെയാണ്. ഇവനാണ് ചിങ്കാര. ഒരുതരം മാൻ അല്ലെങ്കിൽ ആടിനം എന്ന് വേണമെങ്കിലും പറയാം. ഒരുതരം ആടിനമാണ് രാജസ്ഥാൻ ചിങ്കാര. ഓക്കെ, രാജാവിന് ശൃംഗരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലെ ഭയങ്കരമായിട്ട് ശൃംഗരിക്കുന്ന ആളാണ്. അപ്പോ രാജാവ് ശൃംഗാരം. ഓക്കെ, രാജാവിന് എപ്പോഴും ശൃംഗാരമാണ് എന്ന് കണക്ട് ചെയ്തോളൂ. രാജസ്ഥാൻ ചിങ്കാര. ഓക്കെ അല്ലേ? എങ്കിൽ വെസ്റ്റ് ബംഗാളില് ഫിഷിംഗ് കാറ്റ് ആണ്. ദേവനാണ് ഫിഷിംഗ് കാറ്റ്. ബംഗാളികൾ ഇവനെ വെച്ചിട്ടാണ് ഫിഷ് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ ഫിഷിംഗ് കാറ്റ് ആണ്. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ ബംഗാളികൾക്ക് ഫിഷിംഗ് എന്ന് പറയുക, ഈ കാറ്റിനെ വെച്ചിട്ടാണ് ബംഗാളികൾ ഫിഷ് പിടിക്കുന്നത് എന്ന് ഓർത്തോളൂ. വെസ്റ്റ് ബംഗാൾ ഫിഷിംഗ് കാറ്റ്. അങ്ങനെയെങ്കിൽ തെലുങ്കാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടഡ് ഡിയർ ആണ്. പുള്ളിമാനാണ്. തെലുങ്കാന സ്പോട്ടഡ് ഡിയർ. ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത് RRR സിനിമ കണ്ടിട്ടില്ലേ? അതില് ജൂനിയർ NTR ഈ പുലിയെയും മാനിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് അവസാനം വന്നിട്ട് ആ ബ്രിട്ടീഷുകാരുടെ ആ കൊട്ടാരത്തിൽ കയറി ട്രക്കിംഗ് നടത്തി ചാടുമ്പോഴത്തേക്കും കൂടെ ഈ മാനൊക്കെ ചാടും. അത് തെലുങ്ക് സിനിമയല്ലേ? അപ്പൊ അത് വെച്ചിട്ട് ഒരു ലോങ് കണക്ഷൻ ആണ്. അപ്പോൾ തെലുങ്കാന സ്പോട്ടഡ് ഡിയർ അല്ലെങ്കിൽ
തെലുങ്കനെ സ്പോട്ട് ചെയ്തു. ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും തെലുങ്കനെ സ്പോട്ട് ചെയ്തു അവിടെ വെച്ച്. തെലുങ്ക് സംസാരിച്ചിട്ടുണ്ടാവും, അപ്പൊ സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ തെലുങ്കാന സ്പോട്ടഡ് ഡീർ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? എങ്കിൽ നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് സിക്കിം റെഡ് പാണ്ടയാണ്. റെഡ് പാണ്ട. ഓക്കെ, സിക്കുകാർ പണ്ടേ റെഡ് ആണ്. റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപായമാണ്. അവരുടെ അടുത്ത് ഇടഞ്ഞാൽ അവർ ഭയങ്കര അപായമാണ്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ ദേശസ്നേഹികളൊക്കെ ആയിട്ടുള്ള മനുഷ്യരും കൂടെയാണ്. അപ്പോൾ നമുക്ക് അവരുടെ ഇടഞ്ഞാലുള്ള വശമാണ് ഇവിടെ നോക്കുന്നത്. സിക്കുകാർ പണ്ടേ റെഡ് ആണ്, റെഡ് പാണ്ടയാണ്. ഒന്നുമില്ല, ദൈവൻ തന്നെയാണ് റെഡ് പാണ്ട. ഓക്കെ, റെഡ് പാണ്ട ദൈവനാണ്. ഓക്കെ, സിക്കിം റെഡ് പാണ്ട. എന്നാൽ മധ്യപ്രദേശ് ബാരാസിംഗ. ഓക്കെ, മധ്യപ്രദേശ് ബാരാസിംഗ. നമ്മൾ നേരത്തെ ഉത്തർപ്രദേശിൽ പറഞ്ഞ പോലെ അവൻ തന്നെയാണ്, ബാരാസിംഗയാണ് മധ്യപ്രദേശ്. ഓക്കെ, മദ്യം കൂടുതൽ കുടിച്ചിരുന്നാലും ഓക്കെ ഭാരം കൂടുമല്ലേ, ഫാമിലിയിലെ ഭാരമൊക്കെ കൂടും. ഓക്കെ, സിംഗിന് ഭാരം കൂടുന്നത് എപ്പോഴാ? ഉത്തരവാദിത്തം കൂടുമ്പോഴും അപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യും? മദ്യം കുടിക്കും. അതാണ് ബാരാസിംഗ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ബാരാസിംഗ. ഓക്കെ, ദൈവനാണ് ബാരാസിംഗ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലിട്ട് പോകാം. അടുത്ത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപ് നിങ്ങൾക്കറിയാം, വനമൊന്നും അങ്ങനെയുള്ള സ്ഥലമല്ല. കൂടുതലും നല്ല ചുറ്റിനും കടലാണ്. അപ്പോൾ അവിടെ എന്തായിരുന്നാലും ഫിഷ് ആയിരിക്കും. അവിടെ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപിന്റെ ഓക്കെ യൂണിയൻ ടെറിട്ടറി ആണ്. അവിടുത്തെ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ഫിഷ് ആണ്. ലക്ഷദ്വീപിന്റെ ബട്ടർഫ്ലൈ ഫിഷ് നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. ഇവനാണ് ബട്ടർഫ്ലൈ ഫിഷ്. ഓക്കെ, എങ്കിൽ ലഡാക്കിലാണെന്നുണ്ടെങ്കിൽ ലഡാക്കിലും മഞ്ഞ് കൂടുതലുള്ള ഏരിയയാണ്. മഞ്ഞ് എന്ന് പറയുമ്പോൾ സ്നോ ആണ്. സ്നോ ലെപ്പേഡ്. ലഡാക്കിലും സ്നോ ലെപ്പേഡ് ആണ്. ലഡാക്ക് സ്നോ ലെപ്പേഡ്. എന്നാൽ ജമ്മു കാശ്മീരിലാണെന്നുണ്ടെങ്കിൽ ഹാങ്ങുൽ കാശ്മീർ സ്റ്റാഗ് എന്നും അറിയപ്പെടും. ഹാങ്ങുൽ അല്ലേ? ജമ്മു കാശ്മീരിൽ എപ്പോഴും അവിടുത്തെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൂക്ക് ഭരണമാണല്ലേ, എപ്പോഴും ഹാങ്ങിൽ നിൽക്കുന്നതാണല്ലേ. അത് അങ്ങനെ ഓർത്തോളൂ. ഒന്നേൽ വന്നിട്ട് സെൻട്രലിൽ രാഷ്ട്രപതി ഭരണത്തിന്റെ കീഴിലായിരുന്നു ഈ അടുത്ത് വരെ. ഇപ്പൊ വീണ്ടും ഉമർ അബ്ദുള്ള കയറി. അപ്പൊ എപ്പോഴും വേണമെങ്കിലും മാറാന്നുള്ളത് ഹാങ്ങായി നിൽക്കുന്ന ഭരണകൂടം ആയതുകൊണ്ട് അവിടുത്തെ അനിമലും ഹാങ്ങുൽ അല്ലെന്നുണ്ടെങ്കിൽ കാശ്മീർ സ്റ്റാഗ്, കാശ്മീരിന്റെ പേരിൽ തന്നെയുള്ള കാശ്മീർ സ്റ്റാഗ് ആണ് എന്ന് കൂടി ഓർത്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ഡൽഹിയാണ്. ഡൽഹിയില് നീൽഗായ്, ബ്ലൂ ബുൾ. ഓക്കെ, ബുള്ളൊന്നും അല്ല, ദൈവനാണി നീൽഗായ്. ഓക്കെ, നീൽഗായ്. കോഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓർത്തോളൂ. ധാരാളം പൊളിറ്റീഷ്യന്മാരൊക്കെ ഉള്ള സ്ഥലമാണ്. ഓക്കെ, ഞാൻ പൊളിറ്റിക്സ് ഒന്നും പറയുന്നതല്ല, അത് നമുക്ക് കോഡിന് വേണ്ടി എല്ലാ പൊളിറ്റീഷ്യന്മാരും ഉള്ള സ്ഥലമായതുകൊണ്ട് അവിടെ നീലക്കുറുക്കന്മാർ. ഓക്കെ, പൊളിറ്റീഷ്യന് പൊതുവെ ഇങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടല്ലോ, നീലക്കുറുക്കന്മാർ അല്ല, നീലച്ചായം പൂശിയ കുറുക്കനെന്ന് ഓർത്തോളൂ. അങ്ങനെയുള്ള ആൾക്കാർ ധാരാളം, നല്ല പൊളിറ്റീഷ്യന്മാരും ഉണ്ട്, ഈ നീലക്കുറുക്കന്മാരും അവിടെ ഉണ്ട് എന്ന് ഓർത്തോളൂ. അപ്പോ ആ അങ്ങനെ മോശം പൊളിറ്റീഷ്യന്മാരെ മാത്രം വെച്ചിട്ടാണ് നീൽഗായ്, നീലക്കുറുക്കന്മാർ. അവരെല്ലാ പാർട്ടിയിലും കാണും, അങ്ങനെ ഓർത്തോളൂ. ഓക്കെ, അപ്പോ നീൽഗായ്, ബ്ലൂ ബുൾ, നീലക്കുറുക്കന്മാർ ന്യൂഡൽഹിയിലാണ് കൂടുതൽ. അപ്പോൾ ഡൽഹി അല്ല മൃഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീൽഗായ് ആണ്, ബ്ലൂ ബുള്ളാണ്, അത് യവനാണ്. ഓക്കെ, പേരി തന്നെ ഉണ്ട്. ബുള്ളെന്ന് പറഞ്ഞിട്ട് ബുള്ളൊന്നും അല്ല, മാനിനെ പോലത്തെ ഒരു ജീവിയാണ്, അല്ലെങ്കിൽ ആടിനെ പോലത്തെ ഒരു ജീവിയാണ്. അപ്പോൾ നീൽഗായ്. ഓക്കെ, അപ്പൊ പുതുച്ചേരിയിലാണെങ്കിൽ ഇന്ത്യൻ സ്ക്വയറൽ, അതായത് ഇന്ത്യയിൽ കാണപ്പെടുന്ന അണ്ണാൻ, കുഞ്ഞണ്ണാൻ. ഓക്കെ, ജൈന്റ് സ്ക്വയറൽ വരുന്ന എവിടെയാണ്? മഹാരാഷ്ട്ര. ഓക്കെ, അത് മലയണ്ണാൻ, വലിയ അനം അണ്ണാൻ. ഓക്കെ, ഇത് കുഞ്ഞൻ അണ്ണാൻ. ഓക്കെ, ഇത് പുതുച്ചേരിയിലാണ്. ഓക്കെ, ഇന്ത്യൻ സ്ക്വയറൽ പുതുച്ചേരി. മഹാരാഷ്ട്രയിലാണെന്നുണ്ടെങ്കിൽ ജൈന്റ് സ്ക്വയറൽ. ഓക്കെ അല്ലേ? എങ്കിൽ ദാദ്ര നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയുവിലാണെന്നുണ്ടെങ്കിൽ ലൈൻ ടെയിൽഡ് മക്കാക്കെ, യവനാണ് സിംഹവാലൻ കുരങ്ങൻ. ഓക്കെ, സിംഹവാലൻ കുരങ്ങൻ. കേരളത്തിൽ കുരങ്ങന്മാർ കാണപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് വാലിയിലാണ്. ഓക്കെ, അതിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിപ്ലാവ്. അവിടെ ഉള്ള ഒരു മരമാണ്. അതിന്റെ മരത്തിന്റെ തോടുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അവിടെ കേരളത്തിൽ സൈലന്റ് വാലിയിൽ ഏറ്റവും കൂടുതൽ അത് കാണപ്പെടും. അതുകൊണ്ട് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങന്മാർ കൂടുതലാണ്. എന്നാൽ ദാദ്ര നാഗർ ഹവേലി ദാമൻ ആൻഡ് ദിയുവില് അവരുടെ യൂണിയൻ ടെറിട്ടറിയുടെ അനിമൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈൻ ടെയിൽഡ് മക്കാക്കെ, സിംഹവാലൻ കുരങ്ങന്മാർ. ഓക്കെ, സിംഹവാലൻ കുരങ്ങൻ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ ചണ്ഡീഗഡിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗ്രേ മംഗൂസ്, കീരിയാണ് ചണ്ഡീഗഡില്. ഓക്കെ, ചണ്ഡീഗഡിലാണെന്നുണ്ടെങ്കിൽ
കീരിയാണ്. ഇന്ത്യൻ ഗ്രേ മംഗൂസ് ആണ് ചണ്ഡീഗഡില്. ഓക്കെ, ഇന്ത്യൻ ഗ്രേ മംഗൂസ്. ഹരിയാനയും പഞ്ചാബും പറഞ്ഞു ബ്ലാക്ക് ബക്ക് ആണ്. എന്നാൽ ഇതിന്റെ രണ്ടിന്റെയും തലസ്ഥാനം ചണ്ഡീഗഡാണ്. ചണ്ഡീഗഡിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗ്രേ മംഗൂസ്. ഓക്കെ, ചണ്ഡീഗഡ് കൺഫ്യൂസ് ആണെന്ന് ഓർത്തോളൂ, അതാണ് മംഗൂസ്, കാരണം 2 സ്റ്റേറ്റിന്റെ ക്യാപിറ്റൽ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഗ്രേ മംഗൂസ്. ഓക്കെ, എങ്കിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഓക്കെ, ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ സീ കൗ ആണ്. അവിടെയും കടലിലുള്ള ജീവിയായിരിക്കും. കാടുണ്ട്, കാരണം അവിടുത്തെ ഗോത്രങ്ങളൊക്കെ കേട്ടില്ലേ, സെന്റിനൽസ്. ഓക്കെ, മനുഷ്യരെ അറ്റാക്ക് ചെയ്യുന്ന ഗോത്രമാണ്, മനുഷ്യരുമായിട്ട് ഇടപഴകാത്ത ഗോത്രമാണ് സെന്റിനൽസ്. വേറെയും ഉണ്ട്, ഓഞ്ച്, ജരാവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അവിടെ കടലാണ് ഭൂരിഭാഗവും. അപ്പൊ കടലിലുള്ള സീ കൗ, ഡുഗോങ് ഇങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. അപ്പോൾ ഡുഗോങ് സീ കൗ ആണ് അവിടുത്തെ ആ യൂണിയൻ ടെറിട്ടറിയുടെ അനിമൽ എന്ന് പറയുന്നത്. ഡുഗോങ് സീ കൗ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. മനസ്സിലായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ. കാരണം പ്രസന്റേഷനൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ എത്തിക്കാനായിട്ട് കുറച്ചധികം പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾക്കുള്ള സപ്പോർട്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. പഠിച്ചുകൊണ്ടിരിക്കൂ. ദിസ് ഇസ് വിഷ്ണുജി രഞ്ജിത്ത് സൈനിങ് ഓഫ്.